അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ചമ്പത് റായ് രാജിവെച്ചു എന്ന റിപ്പോർട്ട്. VHP വൈസ് പ്രസിഡന്റാണ് ചമ്പത് റായ്. ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജിവെച്ചു. ചമ്പത് റായുടെ അനുയായി അടക്കം 8 പേരെയാണ് SIT അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിനോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. വിവാദങ്ങൾക്കിടെ അരവിന്ദ് കെജ്രിവാൾ രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. വിവരങ്ങളുമായി ആരതി കൃഷ്ണയാണ് ചേർന്നത്. ആരതി, ഈ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ കൊള്ളയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചമ്പത് റായുടെ രാജിക്കായി നേരത്തെ തന്നെ മുറവിളി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ചു എന്ന് ഉറപ്പിക്കാനാകുമോ? എന്താണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, മറ്റു വിവരങ്ങൾ? ശ്യാമിലി, നേരത്തെ തന്നെ ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ വലിയ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ പുറത്ത് വന്നതിന് പിന്നാലെ തന്നെ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായ ചമ്പത് റായുടെ രാജിക്കായി വലിയ രീതിയിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നിരുന്നു. ഇപ്പോൾ ചമ്പത് റായ് രാജിവെച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചമ്പത് റായിയോട് രാജി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ചമ്പത് റായ് സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ യോഗി സർക്കാർ ഇതിൽ ഇടപെടുകയും വലിയ രീതിയിൽ ഒരു തരത്തിലുള്ള തട്ടിപ്പും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്താൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും ഈ തട്ടിപ്പ് രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപ് അരവിന്ദ് കെജ്രിവാൾ അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഈ തട്ടിപ്പിന് പിന്നാലെയാണ് ഈ സന്ദർശനം ഈ തട്ടിപ്പ് ആരോപണങ്ങൾ യോഗി സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു സമയത്ത് കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ സന്ദർശനം എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. കേസ് SIT റിപ്പോർട്ട് പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ 8 പേരെ കേസെടുക്കുകയും അതുപോലെ തന്നെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ 6 പേർ ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണിയിരുന്ന ജീവനക്കാരാണ്. മറ്റുള്ളവരിലേക്കും, അതായത് ക്ഷേത്രത്തിൻ്റെ സംഭാവന കൈകാര്യം ചെയ്തിരുന്ന ഇതിൻ്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന മറ്റുള്ളവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് SIT നൽകുന്ന വിവരവും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലവിൽ ചമ്പത് റായ് രാജിവെച്ചിരിക്കുന്നത്. ഈ രാജി സർക്കാർ ഉന്നത അധികാരികൾ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ശ്യാമിലി, ശരി.